അപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ചോറും കറികളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കറികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ചോറിപ്പോൾ കുറേശ്ശേ കഴിക്കാറുള്ളൂ കേട്ടോ. കൂടുതൽ കഴിച്ചാൽ തടി കൂടുമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചക്ക കൊണ്ടിട്ടുള്ള അവിയലാണ് കേട്ടോ. അപ്പോൾ ചക്ക വേവിച്ചുടച്ച അവിയലാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീറ്റ്റൂട്ട് തോരനുണ്ട്. ബീറ്റ്റൂട്ട് തോരൻ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് തോരനും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തീയലുണ്ട്. അപ്പോൾ കുറച്ച് തീയലും കൂടി എടുക്കാം. അപ്പോൾ ഞാൻ കൊഞ്ച് വെച്ചിട്ടുള്ള തീയലാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് കൊഞ്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെറും ഒരു തീയലുണ്ടാക്കി. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അച്ചാർ നല്ലതാണ്. അച്ചാർ നമ്മുടെ റംബൂട്ടാൻ്റെതാണേ. റംബൂട്ടാൻ്റെ അച്ചാർ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കറികൾ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികൾ വയറു നിറയെ ഫുഡ് കഴിക്കും കേട്ടോ. പിന്നെ കുറച്ച് നെത്തോലീൻ്റെ മീനും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ കുറച്ചെടുത്തു. ഇപ്പോൾ നമുക്കിവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്താലും കറികൾ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നെത്തോലി തന്നെയാണ്. അപ്പോൾ നെത്തോലി കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് കറി ഉണ്ടാക്കി. പിന്നെ അത് ഫ്രൈയും ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കാച്ചിയ മോര് അതും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മോരൊക്കെ കാച്ചി കൊടുത്താൽ കുട്ടികളൊക്കെ വയറ് നിറയെ കഴിക്കും കേട്ടോ. അപ്പോഴേ കുഞ്ഞു പിള്ളേരുള്ളത് കൊണ്ട് കറികളിലൊക്കെ ഞാനങ്ങനെ കൂടുതൽ എരിവൊന്നും ചേർക്കാറുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നെത്തോലി വെച്ചുണ്ടാക്കിയ കറിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ വറ്റിച്ച് വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറികളിലൊക്കെയും. ഞാനിതൊക്കെയും ഉണ്ടാക്കിയത് നമ്മുടെ വിറകടുപ്പിൽ വെച്ചാണ്. അപ്പോൾ വിറകടുപ്പിൽ വേവിച്ചിട്ടുള്ള കറികളും ഭക്ഷണ സാധനങ്ങളൊക്കെ നല്ലൊരു പ്രത്യേകമായൊരു ടേസ്റ്റും രുചിയും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതാണ് കേട്ടോ. കണ്ടില്ലേ ഊണിൻ്റെ ഒരു ഭംഗിയൊക്കെ. അപ്പോൾ ബായ്.